ചാറ്റ് വിത്ത് ഭക്തനിൽ എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ ശിവൻകുട്ടി സാറാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഞാൻ മനസ്സിലാക്കിയത് സാർ LLB ബിരുദധാരിയാണ് അല്ലേ? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ബിരുദധാരിയല്ലേ? LLB കഴിഞ്ഞ ആളാണ്. ഇതൊക്കെ എന്ത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് വാർത്തകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സംഭവം, ഒരു മുകേഷൻ നായർ എന്ന് പറഞ്ഞൊരു ഒരു വ്ളോഗർ ഒരു സ്കൂളില് അദ്ദേഹം ഒരു പോക്സോ കേസിൽ പ്രതിയാണെന്ന് പറയുന്ന ഒരു ആളാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഉണ്ടായി, ഞാൻ അറിഞ്ഞില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. അത് താൻ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. അതിനെതിരെ കുറച്ച് വിമർശനങ്ങൾ ഉണ്ടായപ്പോഴത്തേക്കും വിദ്യാഭ്യാസ വകുപ്പ് അതിന് ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത കണ്ടിരുന്നു. ആഹാ, ഇത് കൈകാര്യം ചെയ്യണം. അവൻ അത്ര വലിയ കമ്മീഷനാണെന്ന് നോക്കണ്ട. പല കാര്യങ്ങളും ഉണ്ട് എനിക്കിവിടെ. അളിയനായാലൊന്നും തലയിടണ്ട. ജനം കുറെ ആളുകൾ പറയുന്നത് നിയമസഭയില് കയ്യാങ്കളി കാണിച്ച മന്ത്രിയാണ് ഇത് ചോദിക്കുന്നതെന്നുള്ളതാണ്. ഇതാ എനിക്ക് പിടിക്കാത്ത. അതുകൊണ്ട് ഇപ്പൊ എന്താണ് സാറിന് അതിനോട് പറയാനുള്ളത്? എന്റെ ഈ ഭാഗത്തുള്ള മൂന്നണപ്പല്ലേ അല്ല, ഇതില് പിന്നെ ഞാനൊരു സത്യം പറയട്ടെ. എടാ, വല്ലപ്പോഴെങ്കിലും ഒരു സത്യം പറ. നിയമസഭയിൽ നടന്ന കയ്യാങ്കളി തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിയമസഭയിൽ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഒരു നിലപാടെടുത്തു, ആ നിലപാടിൽ ഉറച്ചു നിന്നു. ചിലപ്പോൾ അതിൽ ശരിയെന്ന് പറയുന്നവരുണ്ടാവും, തെറ്റെന്ന് പറയുന്നവരുണ്ടാവും. പക്ഷെ അതും ഈ കേസ് തമ്മിൽ വ്യത്യാസമാണ്. ഞങ്ങളെല്ലാം ഉടുപ്പ് ഉടയാതെയും വേർക്കാതെയും രാഷ്ട്രീയ പ്രവർത്തനം നടന്നില്ല. അതാണ് നമ്മുടെ ഒരു സംസ്കാരം എന്ന് പറയും. മർമ്മം നല്ല ഫോമിലാണല്ലോ. ഇപ്രാവശ്യം ഞങ്ങൾ നോൺ അക്കാഡമിക് വിഷയങ്ങളിലാണ് മുൻതൂക്കം കൊടുക്കുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത്. 5000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കേരളത്തിലാകെ നടന്നു കഴിഞ്ഞു. പിന്നെ കേരളത്തിൽ എമ്പാടും സ്വർണ്ണ കൂടാരം എന്ന് പറയുന്ന മനസ്സിലായില്ല. ഒരു ക്ലൂ തരാം. കൂടാരം എന്ന് പറയുന്ന ഭരണകൂടാരം എന്ന് പറയുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തി. മനസ്സ് എത്ര പെട്ടെന്ന് അലിഞ്ഞു. കൂടുതൽ ഷൈൻ ചെയ്യാൻ നിന്നാ ഇവിടെ നടന്ന യഥാർത്ഥ കാര്യം ഞാൻ അച്ഛനോട് പറയും.